ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ പൊട്ടൽ സൗണ്ടിൻ്റെ കേസ് പറയുന്നുണ്ട്, ജനറൽ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ബാക്ക് വീല് ശരിക്കും അതിൻ്റെ വീൽ ആക്സിലിനട്ട് ലൂസായി കിടന്നാണ് ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ഈ വീല് പിടിക്കുന്ന ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് വേറെ കുഴപ്പമില്ല. നമുക്ക് ആ വീല് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ഇത് മാറ്റിയിടാം. കാരണം ഒന്നാമത് ബ്രേക്ക് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യില്ല. തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ബ്രേക്ക് ലൈനറാണ് ഇത് നമുക്ക് കിടക്കണം കേട്ടോ. കാരണം ഹബിനും ചെറിയൊരു സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ കുറഞ്ഞ ലൈനറിട്ട് ഓടുമ്പോൾ പ്രോബ്ലം ഹബും തേഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ ഈ ലൈനർ നമുക്ക് മാറ്റിക്കളയാം. ഏകദേശം അതിൻ്റെ ഒരു ഉപയോഗം ഒരുവിധം ആയിട്ടുണ്ട്. അത്യാവശ്യം ഇത്രയും വരെ ടൈറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിടാനാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ നല്ല ഓയിലാണ് കിടക്കുന്നത്, പുതിയ ഓയിലാണ്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സർവീസിനോടനുബന്ധിച്ചാണ് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽറ്ററാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം. നെക്സ്റ്റ് ടൈം നമുക്കത് മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ പാർട്സിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് കിടക്കണം. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ജനറലായിട്ടുള്ള സർവീസ്, ഓരോ സർവീസിലും അത് അഴിച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചേക്കണത് കേട്ടോ. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബെൻഡെക്സ്, ഇതിനകത്ത് കുറേ പാർട്സുകൾ നമുക്ക് ഗ്രീസ് ചെയ്യേണ്ട പാർട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. നമുക്ക് നമുക്ക് കിടക്കുന്ന ബെൽറ്റ് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ്. ആ കമ്പനി നല്ല ബെൽറ്റാണ് കിടക്കുന്നത്. തൽക്കാലം നമുക്കതങ്ങനെ യൂസ് ചെയ്താൽ മതി. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോളറൊക്കെ സൈഡ് തിരിച്ച് തേമാനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അപ്പോൾ ക്ലച്ചിൽ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാനുള്ളൂ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് വേറെ കാർബറേറ്റർ അയക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. ജനറൽ സർവീസ് കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം അതങ്ങനെ ഓടട്ടെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബുഷൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഷോക്കിൻ്റെ ബുഷ് ഓൾറെഡി കംപ്ലയിൻറ്റാണ്. നല്ല രീതിയിൽ ഓവലായി പോയിട്ട് നമ്മൾ അഴിക്കുമ്പോൾ തന്നെ ചാടി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷിനും തേമാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുഷ് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിലിടാം. അതല്ലെങ്കിൽ നമുക്ക് സെറ്റായിട്ട് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. ഫ്രണ്ടിലത്തെ വലിയ പഴക്കമായിട്ട് എനിക്കൊന്ന് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് മാറ്റിയതായിരിക്കുള്ളൂ. പക്ഷേ ഫ്രണ്ടിലത്തെ നമുക്കിതിപ്പോൾ കിടന്നാലും ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ബാക്ക് സൈഡിൽ നമ്മൾ മാറ്റി കളഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു പണി വരും. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലത്തെ ലൈനർ നമ്മൾ മാറ്റാൻ പറയണത്. അപ്പോൾ ആ മാറ്റേണ്ട ലൈനർ ഞാൻ വണ്ടിക്കകത്ത് തന്നെ വെച്ചേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ടയറായാലും വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തു. വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2025 ബാറ്ററിയാണ്, അമറോണിൻ്റെ ബാറ്ററി, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.70 ആ റേഞ്ചിലാണ്. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗ് നമ്മളൊന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം ഞാൻ ഒരു ബ്ലാസ്റ്റിംഗ് സൗണ്ടൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലഗ് മാത്രം ഒന്ന് മാറ്റിയിടുന്നുണ്ട്. ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗ് ഒരുമിച്ചാണ് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇപ്പോൾ തൽക്കാലം വേണമെങ്കിൽ എയർ ഫിൽറ്റർ നമുക്ക് അതിന് ക്ലീൻ ചെയ്തിടാം. പ്ലഗ് എന്തെങ്കിലും മാറ്റിക്കളയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പൊട്ടൽ സൗണ്ട് കാണിക്കുന്നത് ഈ ഒരു യൂണിറ്റും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തിടാം. ചെറിയ തോതിലുള്ളൂ. അതും കൂടി നോക്കി ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബോഡി സ്ക്രൂ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇൻഡിക്കേറ്റർ, ഹോണ്, അതെ ബ്രേക്കിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ, ഹെഡ് ലൈറ്റ്, അതിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടേക്കാം. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ.